ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വാഴത്തട പച്ചടി വയ്ക്കാൻ പോവുകയാണ്. ഒരു കഷ്ണം വാഴത്തട അമ്മ തന്നതാണ്. അതിനെ കൊണ്ടുവന്ന് വാഴത്തട പച്ചടി വയ്ക്കാൻ പോണു. പണ്ടത്തെ അമ്മയുടെ വാഴത്തട പച്ചടി. പിന്നെ എൻ്റെ അടുക്കള മാത്രം കണ്ടിട്ട് നിങ്ങൾ ഓടിക്കളയരുത് കേട്ടോ. ഒരു നല്ല വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ, അതൊന്ന് കാണണേ. ചാള മീനാണ് കിട്ടിയത്. കണ്ടല്ലോ, രണ്ടാളും കൂടി വന്ന് ഭയങ്കര ബഹളമാണ്. അങ്ങനെ ചാള നല്ല തേങ്ങ അരച്ച മീൻ കറി വയ്ക്കാമെന്ന് കരുതി അവിയൽ വെച്ചു, ചാള മീൻ കറി വെച്ചു, നമ്മളെ വാഴത്തട പച്ചടി വെച്ച് കഴിഞ്ഞു. പിന്നെ അവിയലും മീൻ കറിയും മീൻ ഫ്രൈ വെച്ചു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയ യാത്രയോട് ഞാനത് പാർലറിലോട്ട് പോവുകയാണ്. അതിൽ പാർലറിൽ ഒരു സ്പൂണ് അരിപ്പൊടി, അതായത് നമ്മളെ നല്ല ഭസ്മം പോലെ പൊടിച്ച അരിപ്പൊടിയാണ്. ഒരു സ്പൂണ് പാലുമായിട്ട് നല്ലവണ്ണം ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് കുറുക്കണം. അതിന് ശേഷം വാങ്ങി വച്ചതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂണ് ഒരു കവർ കാപ്പിപ്പൊടിയും കൂടി തട്ടി നല്ലവണ്ണം കുഴയ്ക്കണം. നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് തന്നെ അടുപ്പിൽ വെച്ച് കാച്ചണ്ട, എങ്കിൽ നമുക്ക് ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് പാലും അരിപ്പൊടിയും കൂടി കാച്ചിയതിന് ശേഷം അതിലോട്ട് നമ്മളെ കാപ്പിപ്പൊടി തട്ടിക്കൊടുത്ത് നല്ലവണ്ണം തേച്ച് മുഖത്ത് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ അതിനെ അങ്ങനെ തന്നെ വച്ചിരിക്കണം. കുറച്ച് കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്, സൂപ്പറാണ്. അരിപ്പൊടിയും കാപ്പിപ്പൊടിയും പാലും ഒന്നും പറയണ്ട, അത്രയ്ക്ക് നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. അടിപൊളി റിസൾട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ്. എല്ലാവർക്കും ഇത് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പത്തിരിപ്പൊടി നമ്മൾ ഇടിയപ്പപ്പൊടിയാണ്. എന്നിട്ട് ബാക്കിയുള്ളതിനെ 2 കൈയിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുമ്പം കൈക്കും ഒരു പ്രത്യേക ഇതൊക്കെ ഉണ്ടാവും, സുഖമുണ്ട്. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതൊന്ന് ഉണങ്ങുമ്പോൾ കുറച്ച് വെള്ളം തൊട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യുക. ചെറിയ രീതിയിൽ വെള്ളം തൊട്ട് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ റിസൾട്ടാണ്, അടിപൊളി റിസൾട്ടാണ്. ആരും മടി കാണിക്കാതെ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും. നല്ലവണ്ണം ചെറുതായിട്ട് മസാജ് ചെയ്യണം, കൂടുതൽ ബലമൊന്നും കൊടുക്കണ്ട. നൈസായിട്ട് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. മുഖത്തുള്ള എല്ലാ സൺ ടാനുകളും ഇളകിപ്പോവും. അത് 100% ഗ്യാരൻറ്റിയാണ്. നോക്കിക്കോ, ഞാനെല്ലാം മസാജ് ചെയ്തതിന് ശേഷം തുടച്ചപ്പോൾ നല്ല റിസൾട്ടുണ്ട്, സൂപ്പർ റിസൾട്ടുണ്ട്. എല്ലാവരും ഇട്ട് നോക്കണം. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.